അപ്പോൾ യാത്രകളൊക്കെ പോയി എന്നിട്ട് ടയേർഡായി. അതാണ് ഇങ്ങനെയൊക്കെ ഫേസ് ഇരിക്കുന്നത്. പിന്നെ മുഖമൊക്കെ നീരൊക്കെ വെച്ചിട്ടിരിക്കുകയാണ്. അപ്പം ഒന്നുമില്ല അവിടെ തിന്നാനായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ കുറച്ച് മൈദ ഇരിപ്പണം. അപ്പോൾ മൈദയ്ക്കകത്ത് ഞാൻ കുറച്ച് സംഭവങ്ങളൊക്കെ ഇട്ടിരുന്നു. മൈദ ദോശയാണ് ഇപ്പോൾ സ്പെഷ്യൽ. ചട്നിയൊന്നും ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് പോയി. അപ്പോൾ ചുമ്മാ കഴിക്കാൻ വേണ്ടിയുള്ള മൈദ ദോശയുടെ റെസിപ്പി കാണിച്ചത്. അപ്പോൾ ഇതാണ് സംഭവം. ഇത് മൈദയുടെ സാധാരണ ഒരു ഇച്ചിരി വെള്ളമൊക്കെ വെച്ച് ഒരു ലൂസായിട്ട് ദോശമാവിൻ്റെ പരുവത്തിൽ ഇട്ടിട്ട് ഇതിനകത്തോടെ ഞാൻ കുറച്ച് കറി ലീവ്സും കുറച്ച് കൊറിയാണ്ടർ ലീവ്സും പിന്നെ ഉള്ളി പിന്നെ കടുകൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കടുക് ഉലുവ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കൂടി ചെറുതായിട്ടൊന്ന് വഴറ്റി ഇതിൻ്റെ അകത്തോട്ട് ഞാൻ മിശ്രിതം ചേർത്തു. എന്നിട്ട് ഞാൻ നല്ല മുരിഞ്ഞ ഒരു ദോശ പോലെ സാധാരണ ദോശ പോലെ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഫൈനൽ ലുക്ക് കാണിക്കാം. ഓക്കെ, ഇതുപോലെ നമുക്ക് ദോശയായിട്ട് ചുട്ടെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇച്ചിരി ഓയിൽ അതിൻ്റെ മുകളിലോട്ട് വെക്കുമ്പോൾ നല്ല മുരിഞ്ഞ് വരും. ഓക്കെ, അപ്പോൾ ഇത് ഈ പരുവത്തിൽ നമുക്ക് സംഭവം കിട്ടും. നല്ല സോഫ്റ്റാണ്. ഇച്ചിരി മുരിഞ്ഞൊക്കെ കിട്ടുമ്പോൾ തക്കാളി ചട്നികളുണ്ട് സൂപ്പറാണ്. പക്ഷെ അതൊന്നും ഉണ്ടാക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. നോക്കിക്കേ, നല്ല മുരിഞ്ഞ മൈദ കൊണ്ട് ഉള്ള ദോശയാണ്. അത് സ്പെഷ്യൽ ദോശ കണ്ടോ. പിന്നെ ചട്നി ഉണ്ടാക്കാൻ താല്പര്യമില്ല. പിന്നെ ഇച്ചിരി ടൊമാറ്റോ ഇച്ചിരി തേങ്ങയൊക്കെ ചേർത്ത് അങ്ങോട്ട് ഒരെണ്ണം ഉണ്ടാക്കി. എന്തായാലും നമ്മൾ പെർഫെക്റ്റായിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു പ്രത്യേകത വരുന്നത്. അപ്പം ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നല്ല രസമുണ്ട് ഇതുണ്ടോ ചേർത്ത്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നവരെ അടുത്ത കൊച്ചു കൊച്ചു വീഡിയോസും കാര്യങ്ങളായിട്ട്. അപ്പോൾ ടേക്ക് കെയർ ഓൾ, ബൈ.